ട്രംപും മസ്കും ലോകത്തെ മുഴുവൻ വെറുപ്പിക്കുന്നു. യൂറോപ്യൻ യൂണിയനും അമേരിക്കയോട് ഇടഞ്ഞു നിൽക്കുന്നു. US അടുപ്പം സൂക്ഷിക്കുന്ന ഇന്ത്യയോട് പോലും നെഗറ്റീവ് സമീപനമാണ് ട്രംപ് നടത്തുന്നത്. ഇപ്പോഴിതാ യൂറോപ്യൻ യൂണിയൻ ട്രംപിൻ്റെ നിലപാടിന് കനത്ത പ്രഹരം നൽകിയിരിക്കുന്നു. യൂറോപ്യൻ രാജ്യങ്ങളല്ല, ലോകത്ത് ആരുടെയും ഉൽപ്പന്നങ്ങൾ വിൽക്കണമെങ്കിൽ അത് ലോക ജനസംഖ്യയിൽ ഏറ്റവും മുന്നിലുള്ള ഇന്ത്യയെ ഒഴിവാക്കാനാവില്ലെന്ന് യൂറോപ്യൻ യൂണിയൻ തിരിച്ചറിഞ്ഞതാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും അടിയായിരിക്കുന്നത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലെയ്ൻ ഡൽഹിയിലെത്തിയിരിക്കുകയാണ്. യൂറോപ്യൻ യൂണിയൻ കോളേജ് ഓഫ് കമ്മീഷണേഴ്സിനൊപ്പമാണ് പ്രസിഡന്റിൻ്റെ ഇന്ത്യ സന്ദർശനം. ഇന്ത്യ യൂറോപ്പിൻ്റെ വിശ്വസ്ത സുഹൃത്തും തന്ത്രപരമായ സഖ്യകക്ഷിയുമാണെന്നാണ് സന്ദർശന വേളയിൽ ഉർസുല വോൺ ഡെർ ലെയ്ൻ വിശേഷിപ്പിച്ചത്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള വഴികൾ ചർച്ച ചെയ്യുന്നതിനായി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണും. ഇന്ത്യ EU ട്രേഡ് ആൻഡ് ടെക്നോളജി കൗൺസിലിൻ്റെ 2ാം മന്ത്രിതല യോഗവും നിരവധി ഉഭയകക്ഷി മന്ത്രിതല യോഗങ്ങളും ഈ സന്ദർശനങ്ങളിൽ നടക്കും. ഇനി വരാനിരിക്കുന്ന പ്രഖ്യാപനങ്ങളെ കാത്തിരിക്കുകയാണ് വ്യാവസായിക ലോകം. സംഘർഷങ്ങളുടെയും തീവ്രമായ മത്സരത്തിൻ്റെയും ഈ കാലഘട്ടത്തിൽ നമുക്ക് വിശ്വസ്തരായ സുഹൃത്തുക്കളെ ആവശ്യമാണ്. യൂറോപ്പിന് ഇന്ത്യ അത്തരമൊരു സുഹൃത്തും തന്ത്രപരമായ പങ്കാളിയുമാണ്. നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തത്തെ അടുത്ത ഘട്ടത്തിലേക്ക് എങ്ങനെ കൊണ്ടുപോകാമെന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്താനായി ഇന്ത്യയിൽ 2 ദിവസം സന്ദർശനം നടത്തും എന്നാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി അനുപ്രിയ പട്ടേലാണ് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റിനെ വിമാനത്താവളത്തിൽ സ്വീകരിച്ചത്. ഉർസുല വോൺ ഡെർ ലെയ്ൻ്റെ 3ാമത്തെ ഇന്ത്യ സന്ദർശനമാണിത്. 2022 ഏപ്രിലിൽ ഒരു ഉഭയകക്ഷി ഔദ്യോഗിക സന്ദർശനത്തിനും 2023 സെപ്റ്റംബറിൽ G20 നേതാക്കളുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനും അവർ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. വിവിധ ബഹുരാഷ്ട്ര യോഗങ്ങളുടെ ഭാഗമായി അവർ പ്രധാനമന്ത്രി മോദിയുമായും നിരവധി തവണ കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. 2004 മുതൽ ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തന്ത്രപരമായ പങ്കാളികളാണ്. ഇരു രാജ്യങ്ങളും തന്ത്രപരമായ പങ്കാളിത്തത്തിൻ്റെ 3ാം ദശകത്തിലേക്ക് കടക്കുമ്പോൾ പ്രസിഡന്റ് വോൺ ഡെർ ലെയ്ൻ്റെയും EU കോളേജ് ഓഫ് കമ്മീഷണേഴ്സിൻ്റെയും സന്ദർശനം ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ ചുമത്തിയ നികുതി താരിഫ് പുനഃപരിശോധിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അനധികൃത കുടിയേറ്റക്കാരുടെ തിരിച്ചയക്കൽ സംഭവങ്ങളിലുൾപ്പെടെ അമേരിക്കയുമായുള്ള നേരിയ അകൽച്ചയ്ക്ക് തിരിച്ചടി നൽകാൻ ഇന്ത്യ തീരുമാനിച്ചാൽ കൂടുതൽ മേഖലകളിലേക്ക് EU ഇന്ത്യ പങ്കാളിത്തത്തിന് സാധ്യതയുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചത് തന്നെ അമേരിക്കൻ താൽപ്പര്യങ്ങളെ അട്ടിമറിക്കാനാണെന്ന് ആരോപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കനത്ത നികുതി ചുമത്തിയതോടെ കടുത്ത രീതിയിൽ തന്നെ പ്രതികരിക്കാൻ യൂറോപ്യൻ കമ്മീഷനും തീരുമാനിച്ചിരിക്കുകയാണ്. പരസ്പരമുള്ള വാക്പോരുകളും താരിഫ് ഏർപ്പെടുത്തിയതുമൊക്കെ ഒരു വാണിജ്യ യുദ്ധം ശക്തിപ്പെടുത്തുന്നതിൻ്റെ സൂചനയാണ് നൽകിയത്. എന്നാൽ ഒരു വാണിജ്യ യുദ്ധത്തിന് ആർക്കും താൽപ്പര്യമില്ലെന്ന് വ്യക്തമാക്കിയ ഫ്രഞ്ച് സർക്കാരിൻ്റെ വക്താവ് സോഫി പ്രിമാസ് ഒരിക്കലും അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായല്ല യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതികരിക്കാൻ തീരുമാനിച്ചാൽ തങ്ങൾ പ്രതികരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമർ ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അമേരിക്കയിലേക്ക് യാത്ര തിരിച്ച ഉടനെയാണ് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഉത്തരവ് വന്നിരിക്കുന്നത്. അമേരിക്കയുമായുള്ള വ്യാപാരത്തിൽ യൂറോപ്യൻ യൂണിയന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പ്രസിഡന്റിൻ്റെ പ്രഖ്യാപനം. വൈറ്റ് ഹൗസിൻ്റെ കോപത്തിൽ നിന്നും ബ്രിട്ടൻ താൽക്കാലികമായി രക്ഷപ്പെട്ടെന്ന് ചുരുക്കം. പ്രസിഡന്റ് പദവിയിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യ ക്യാബിനറ്റ് മീറ്റിംഗിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ഡൊണാൾഡ് ട്രംപ് യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് താരിഫ് വർദ്ധിപ്പിക്കുമെന്ന കാര്യം സൂചിപ്പിച്ചത്. പുതുക്കിയ താരിഫ് 25% ഇത് കാറുകൾക്കും മറ്റു ഉൽപ്പന്നങ്ങൾക്കും ബാധകമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. അമേരിക്കയുടെ താൽപ്പര്യങ്ങൾക്ക് തിരിച്ചടി നൽകാനാണ് യൂറോപ്യൻ യൂണിയൻ രൂപീകരിച്ചതെന്നും അവർ അക്കാര്യം വെടിപ്പായി ചെയ്യുന്നുണ്ടെന്നും പറഞ്ഞ ട്രംപ് പക്ഷേ ഇപ്പോൾ താനാണ് അമേരിക്കൻ പ്രസിഡന്റ് എന്നും ഓർമ്മിപ്പിച്ചു. അമേരിക്കൻ കാറുകളും കാർഷിക ഉൽപ്പന്നങ്ങളും വാങ്ങാതെ യൂറോപ്യൻ യൂണിയൻ അമേരിക്കയുടെ ഉദാരതയെ മുതലാക്കുകയായിരുന്നുവെന്ന് പറഞ്ഞ ട്രംപ് യൂറോപ്യൻ യൂണിയനുമായുള്ള വ്യാപാരത്തിൽ അമേരിക്കയ്ക്ക് $300 മില്യൺ കമ്മിയാണുള്ളതെന്നും പറഞ്ഞു. യൂറോപ്യൻ യൂണിയൻ തിരിച്ചടിക്കുമെന്ന ചോദ്യത്തിന് അവർ ശ്രമിക്കുമെങ്കിലും അവരെ കൊണ്ട് കഴിയില്ല എന്നായിരുന്നു ട്രംപിൻ്റെ പരിഹാസം.